ജിം റാഡ്ക്ലിഫിൻ്റെ ഇനിയോസ് വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഫുട്ബോളിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു വാക്ക്. അപ്പോൾ ആ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ, യുണൈറ്റഡിനുള്ളിലെ ഫുട്ബോളിംഗ് സ്ട്രക്ചർ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയോസിൻ്റെ ഏറ്റവും ആദ്യത്തെ ടാർഗറ്റ് എന്ന് ജിം റാഡ്ക്ലിഫ് വരെ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻ ഹാഗിന് ചുറ്റും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഫുട്ബോളിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ടെൻ ഹാഗിനെ നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളി കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ യുണൈറ്റഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കേണ്ട ആൾ എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന് വേണ്ടിയുള്ള സെർച്ചിലായിരുന്നു നമ്മൾ. അപ്പം കഴിഞ്ഞ ആ ഒരു ജനുവരി ഫെബ്രുവരി മുതൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡാൻ ആഷ്വർത്ത് ആണ്. ഡാൻ ആഷ്വർത്ത് അല്ലാതെ വേറൊരു പേര് ആ സമയം മുതൽ കേൾക്കുന്നില്ല. അപ്പം ഡാൻ ആഷ്വർത്ത് ആണെങ്കിലും ന്യൂകാസലിൻ്റെ മുന്നിൽ പോയി പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യണം, എനിക്ക് യുണൈറ്റഡിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ 14 മാസത്തെ ഒരു ഗാർഡൻ ലീവിലോട്ട് ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് 20 മില്യൺ പൗണ്ട്സ് കൊണ്ടെത്താൻ ഞങ്ങൾ ഡാൻ ആഷ്വർത്തിനെ വിട്ടുതരാം എന്ന് യുണൈറ്റഡിനോട് ന്യൂകാസിൽ പറഞ്ഞു. പക്ഷേ യുണൈറ്റഡ് ഒരിക്കലും അത്രയും വലിയൊരു ഫീ, 20 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ ഇന്നേ വരെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ഒരു മനുഷ്യന് വേണ്ടി ഒരു ടീമും മുടക്കിയിട്ടില്ല. അപ്പോൾ യുണൈറ്റഡ്, പ്രത്യേകിച്ച് ഇനിയോസിൻ്റെ അണ്ടറിലുള്ള യുണൈറ്റഡ് ഒരിക്കലും അത്രയും മണ്ടത്തരം, അങ്ങനെ അത്രയ്ക്കൊരു വലിയ ഫീസൊന്നും ഒരിക്കലും ചിലവാക്കത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നെഗോസിയേഷനും കാര്യങ്ങളും നടന്ന് വട്ടംവലിക്ക് ഒടുവിൽ ലാസ്റ്റ് എന്നാ പറയുന്നത്, ആഷ്വർത്ത് പോയിട്ട് കേസിന് വരെ പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പം ലാസ്റ്റ് അവർ, എനിക്ക് തോന്നുന്നു 10 മില്യനൊക്കെ താഴെ, 2.7 മില്യൺ പൗണ്ട്സിനാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ ഒരു ഫീയുടെ കാര്യത്തിൽ ഇതുവരെയായിട്ടൊരു കറക്റ്റ് ഫീ എത്രയാണെന്നുള്ള കാര്യം ഇതുവരെയായിട്ട് രണ്ട് ക്ലബ്ബും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ന്യൂകാസിലിൻ്റെയും യുണൈറ്റഡിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചാലും അതിൽ ഇവർ ഫീസ് പറയുന്നില്ല. ഒരു ഡിസ്ക്ലോസ്ഡ് ഫീ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം എന്താണേലും 10 മില്യന് മുകളിൽ പേ ചെയ്തിട്ടില്ല. ഒരു മേ ബി ഒരു 5-6 മില്യനൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ന്യൂകാസലിനെ സംബന്ധിച്ച് അവർക്ക് PSR പ്രശ്നങ്ങളുണ്ട്. PSRൻ്റെ ആ ഒരു പ്രോഫിറ്റ് സസ്റ്റൈനബിലിറ്റി റൂൾസൊക്കെ അവർക്ക് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ജൂൺ 30 ആയിരുന്നു ഈ ഒരു ഫുട്ബോൾ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡെന്ന് പറയുന്നത്. കഴിഞ്ഞ ജൂൺ 30. അപ്പോൾ ആ ഒരു 30-നുള്ളിൽ അവർക്ക് ആ ഒരു PSRൻ്റെ പരിപാടികളൊക്കെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ പോയിൻ്റ് ഡിഡക്ഷനും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ടാണ് അവർ പ്ലെയേഴ്സിനെ സെല്ല് ചെയ്തും അതുപോലെ തന്നെ ഇങ്ങനെ യാതൊരു ഉപകാരവും ഇല്ലാതിരുന്ന ഡാൻ ആഷ്വർത്തിനെയൊക്കെ വിറ്റ് ഒഴിവാക്കിയത്. അപ്പോൾ ഈ ഡാൻ ആഷ്വർത്ത് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇപ്പം യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡ് ഭയങ്കര ആക്റ്റീവായിരിക്കും. പെട്ടെന്ന് മൂവ്മെൻറ്റ്സ്, ഡീൽസ്, കാര്യങ്ങളൊക്കെ ഫിനിഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും ജിം റാഡ്ക്ലിഫിൻ്റെ വാക്കുകളാണ്. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡാൻ ആഷ്വർത്ത് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സഡൻ ഷിഫ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നടക്കണമെങ്കിൽ ഡാൻ ആഷ്വർത്ത് വരണം എന്ന് പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് ഈ മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി ഫുട്ബോളിംഗ് മൂവ്മെൻറ്റ്സ് നമുക്ക് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ യുണൈറ്റഡിൻ്റെ പ്രിഫേർഡ് പൊസിഷൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക്, മിഡ്ഫീൽഡ്, സ്ട്രൈക്കർ, ഈ 3 പൊസിഷൻസ് ആയിരിക്കും യുണൈറ്റഡ് ആദ്യം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 3 പൊസിഷൻസിലും ഓരോരോ പ്ലെയേഴ്സിനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. സെൻറ്റർ ബാക്കിൽ ഡിലിറ്റിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, മിഡ്ഫീൽഡിൽ ഉഗാർത്തെ, സ്ട്രൈക്കറായിട്ട് സിർക്സി. അപ്പോൾ ഇതിൽ സിർക്സിയുടെ ഡീൽ ആദ്യം നടക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചൊരു തണുപ്പൻ രീതിയാണ് സിർക്സിയുടെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. കുറച്ച് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഏജൻറ്റും യുണൈറ്റഡും തമ്മിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ആ ഒരു ഫീയുടെ കാര്യത്തിൽ, കമ്മീഷൻ്റെ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് ആയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഉഗാർത്തേക്കാളും ഒക്കെ മുന്നേ എനിക്ക് തോന്നുന്നു ഡിലിറ്റ് വരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിലിറ്റുമായിട്ടുള്ള ലിങ്ക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നു. ജെറാർഡ് ബ്രാന്ത്വൈറ്റിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഇല്ല. അപ്പം ജെറാർഡ് ബ്രാന്ത്വൈറ്റിന് ഇപ്പം കിട്ടുന്ന കാശിന് വിൽക്കേണ്ട ഒരു കാര്യം എവേർട്ടനില്ല. എവേർട്ടൻ അവരുടെ ആ ഒരു PSR സംഭവങ്ങളെല്ലാം അവർ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പം. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു 70 മില്യൺ പൗണ്ട്സ് അല്ലെങ്കിൽ 70 മില്യൺ യൂറോസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് യുണൈറ്റഡ് ഏതായാലും പേ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മാക്സിമം ഒരു 50 to 55 മില്യനുള്ളിൽ ആയിരുന്നെങ്കിൽ ജെറാർഡ് ബ്രാന്ത്വൈറ്റിനെ യുണൈറ്റഡ് സൈൻ ചെയ്തതന്നെ. ഇപ്പോൾ ആ ഒരു ഡീല് നടക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിലിറ്റിന് വേണ്ടി യുണൈറ്റഡ് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഡിലിറ്റിൻ്റെ ഏറ്റവും ഒരു പ്രശ്നമായിട്ട് എനിക്കൊരു കൺസേൺ എന്ന് പറയുന്നത് പുള്ളിയുടെ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ യുവൻറ്റസിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു പുള്ളി ഉണ്ടാകുന്ന സമയത്ത് ഈ മാനേജേഴ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ മാനേജേഴ്സ് ഇങ്ങനെ ചന്നം പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സാരി, പിർലോ, അങ്ങനെ മാനേജേഴ്സ് മാറുന്ന അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ആ ഒരു യുവൻറ്റസ് ടീമിൽ. അപ്പോൾ അവിടുത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഡിലിറ്റിന് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ
ബയേണിൽ പുള്ളിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അനുസരിച്ച് പുള്ളിയൊന്നും പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ ഇഞ്ചുറിയുടെ പ്രശ്നം ഒരു സൈഡിൽ, പക്ഷേ ഒരു ഭയങ്കര ഇഞ്ചുറി ഒന്നുമില്ല, എന്തോ ഷോൾഡർ ഇഞ്ചുറിയാണ് പുള്ളിയുടെ ഒരു മേജർ ഇഞ്ചുറി എന്ന്. എനിക്ക് ഷോൾഡർ ഇഞ്ചുറി എന്താണ് പുള്ളിയുടെ ഒരു മേജർ ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇഞ്ചുറിയൊക്കെ റിക്കവർ ചെയ്ത് പ്രോപ്പറായിട്ട് ഈ മനുഷ്യനെ ഇവിടെ കൺസിസ്റ്റൻ്റായിട്ട് കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ടെൻഹാഗ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ടെൻഹാഗിന് അറിയാം ഈ ഒരു പ്ലെയറിനെ എങ്ങനെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ടെൻഹാഗിൻ്റെ സിസ്റ്റം നന്നായിട്ട് അറിയാവുന്ന ഒരു പ്ലെയറാണ് ഡിലീറ്റ്. അതുകൊണ്ട് ഇപ്പം ഇഞ്ചുറിയുടെ ഒരു പ്രശ്നം അത് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ ഇവിടെ വന്നിട്ട് സക്സസ് ആവും. നമ്മുടെ ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസ്, ഡിലീറ്റ്, ഫ്രണ്ടിൽ ഉഗാർത്തെ പോണക്കത്തെ ഒരു ഡിസ്ട്രോയർ, രണ്ട് ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള ഡിഫൻഡേഴ്സിൻ്റെ മുന്നിൽ ഒരു ഡിസ്ട്രോയർ ടൈപ്പിലുള്ള ഒരു മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു നമ്പർ 6 ഉഗാർത്തയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് ടെൻഹാഗിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ആ ഒരു ബിൽഡും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് പുള്ളിയുടെ ഇൻസൈഡ് ദ ബോക്സ് ഡിഫെൻഡിങ് ആണ്. ബോക്സിനുള്ളിൽ നമ്മൾ പലപ്പോഴും ഡിഫെൻഡിങ് നമ്മുടെ മോശമാണ്. ഡിലീറ്റ് പോണക്കത്തെ ഒരു പ്ലെയർ നമ്മുടെ ബോൾ ക്യാരി ചെയ്യാനും മുന്നോട്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബോൾ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ ബോക്സിനുള്ളിൽ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ഡിലീറ്റ് വരുന്ന കാര്യത്തിൽ. ഈ ഒരു ഇഞ്ചുറി കൺസേൺ ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഹാഗ് ഇവിടെ ഒരു ഡച്ച് ആൾക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനം യുണൈറ്റഡിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ കാര്യം നോക്കിയാൽ റൂഡ് വാൻ നിസ്റ്റൽറോയ്, റെനെ ഹക്കെ, അപ്പോൾ അങ്ങനെ പല ആൾക്കാരെ ഇങ്ങോട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിർക്സി ആണെങ്കിലും ഡച്ചാണ്, ഡിലീറ്റ് ആണെങ്കിലും ഡച്ചാണ്. ആകെപ്പാടെ ഒരു ഓറഞ്ച് മയമാണ് യുണൈറ്റഡിനുള്ളിൽ. അപ്പോൾ ആ ഒരു കൺസേൺ ഉണ്ട്. പക്ഷേ ഞാൻ നെഗറ്റീവ് പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പോൾ ഈ 3 പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും യുണൈറ്റഡ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ 3 പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും. യുണൈറ്റഡിൻ്റെ ഒരു ട്രാൻസ്ഫർ ബജറ്റ് ഏകദേശം ഒരു 100 to 150 ഉള്ളിലായിരിക്കും യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ ബജറ്റ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഈ 3 പ്ലെയേഴ്സിനെ ആദ്യം റിക്രൂട്ട് ചെയ്യാനായിരിക്കും യുണൈറ്റഡ് ശ്രമിക്കുന്നത്. പിന്നെ ഔട്ട് ഗോയിങ് അനുസരിച്ച് ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ്സ്, ഇപ്പോൾ വിങ്ങേഴ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ഡിഫൻഡർ വേണമെങ്കിലും, അപ്പോൾ അങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഇപ്പം നമ്മുടെ സെല്ലിങ്ങും കാര്യങ്ങളും നമ്മുടെ പ്ലെയേഴ്സ് പുറത്തോട്ട് പോകുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഫണ്ട്സും കാര്യങ്ങളും ജനറേറ്റ് ആകുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം സാഞ്ഞോയുടെ കാര്യത്തിലും മേസൺ ഗ്രീൻവുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു അനക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ അമറാബാത്തിൻ്റെ കാര്യത്തിൽ അമറാബാത്തിൻ്റെ ലോൺ ഡീൽ എക്സ്പയർ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അമറാബാത്ത് ചിലപ്പോഴാണ് തിരിച്ച് വന്നേക്കാം എന്നും കേൾക്കുന്നുണ്ട്. അമറാബാത്തിന് വേണ്ടി വേറെ ഒരു ടീം രംഗത്തില്ല. അപ്പം യുണൈറ്റഡ് വരികയാണെങ്കിൽ അമറാബാത്ത് എന്താണെങ്കിലും ആ ഒരു പ്രഷർ കൊടുത്തിട്ടാണെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടി അമറാബാത്ത് ശ്രമിക്കും. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഡീലിലുണ്ടായിരുന്ന 20 million പൗണ്ട്സിൻ്റെ ഡീലിനേക്കാളും കുറേ കൂടെ കുറഞ്ഞ ഫീക്ക് അമറാബാത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ യുണൈറ്റഡ് ശ്രമിച്ചേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഇതുവരെയായിട്ടും യുണൈറ്റഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് ടീം ലിസ്റ്റിൽ അമറാബാത്തിൻ്റെ പേര് മാറ്റിയിട്ടില്ല. ബാക്കി നമ്മൾ ബ്രാൻഡൻ വില്യംസ് ആയാലും ആൻ്റണി മാർഷ്യൽ ആയാലും റാഫേൽ വറാൻ ഇവരൊക്കെ പോയതനുസരിച്ച് അവരുടെ ആ ഒരു പേര് ആ ഒരു സൈറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല കാര്യം ഒരു സൈഡിലുണ്ട്. അമറാബാത്ത് വരികയാണെങ്കിൽ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണെങ്കിലും ഗുണമായിരിക്കും. വളരെ ചീപ്പർ ഓപ്ഷനും ആണ്. പിന്നെ ഇന്നലെ പാതിരാത്രിക്ക് വന്ന ന്യൂസ് അനുസരിച്ച് ക്രിസ്റ്റഫർ വിവൽ ഇവിടെ ഒരു ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആ ഒരു റോളിൽ യുണൈറ്റഡിൽ വന്നേക്കാം. അപ്പോൾ ആ ഒരു യങ്ങർ പ്ലെയേഴ്സിൻ്റെ ഒരു ഓൾ ഓവർ ദ വേൾഡ് യങ്ങർ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഈ മനുഷ്യൻ്റെ കഴിവ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിലുള്ള പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളിൽ ഒരു ഷോർട്ട് ടൈം ഡീല് പോലെ ഈ ഒരു മനുഷ്യൻ യുണൈറ്റഡിലേക്ക് വരും അല്ലെങ്കിൽ വന്നേക്കും എന്ന് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ യുണൈറ്റഡിൽ മാറ്റങ്ങളുടെ ബഹളമാണ്. ഇപ്പം ഈ ഒരു മനുഷ്യൻ ക്രിസ്റ്റഫർ വിവൽ എന്ന് പറയുന്നത് ടോഡ് ബോളി വന്നു കഴിഞ്ഞിട്ട് ചെൽസിയിൽ നടത്തിയ നല്ലൊരു റിക്രൂട്ട്മെൻറ്റുകളിൽ ഒന്നായിരുന്നു ഈ ഒരു ക്രിസ്റ്റഫർ വിവൽ. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നങ്ങളും കാരണങ്ങളും അവരുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവർ ആ ഒരു ക്ലബിനെ റൺ ചെയ്യുന്ന രീതിയെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് ഇട്ടിട്ട് ഓടിയതാണ് ക്രിസ്റ്റഫർ വിവൽ. അപ്പം ഇങ്ങനത്തെ കുറേ നല്ല ഫുട്ബോളിംഗ് ബ്രെയിൻസ് യുണൈറ്റഡിൽ വരുന്നു. ആകെപ്പാടെ മാറ്റം എനിക്കിതെൻ്റെ യുണൈറ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് ആണോ എന്ന് തന്നെ എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് ഫിറ്റായിട്ട് വർക്കായി കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ കിറ്റ് പുതിയ ഈ ഒരു അടുത്ത സീസണിലേക്കുള്ള കിറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗർണാച്ചോയും ഹോയിലൻഡിനെയും മെയിനോനെയൊക്കെ വെച്ചിട്ട് ആ ഒരു യങ് ജനറേഷൻ ഫേസാക്കി കാണിച്ചുകൊണ്ട് ആ ഒരു കിറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ സീസണിലെ ആ ഒരു ഹോം കിറ്റിനേക്കാളും കുറച്ചുകൂടെ നല്ല കിറ്റായിട്ട് തോന്നി. കഴിഞ്ഞ സീസണിൽ ആ ഒരു കോളറൊക്കെ ഇല്ലേ, ഒരു വൃത്തിയായിട്ട് കോളറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കിറ്റിനേക്കാളും കുറച്ചുകൂടെ ക്ലീനറായിട്ടുള്ള കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള കിറ്റാണ്. പിന്നെ സ്നാപ് ഡ്രാഗണും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയും കൂടെ ആ ഒരു ജേഴ്സി കുറേയും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ടൊക്കെ ഇടുക.
ബൈ. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്.